ഹരിയാനയിൽ എന്ത് സംഭവിക്കുന്നു? ഇതാ 49 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 46-നേക്കാൾ 3 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു. 9 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP അധികമായി നേടുന്നത്. കോൺഗ്രസിന് 3 സീറ്റുകൾ അധികമായി നേടാൻ സാധിക്കുന്നു. 34-49 എന്ന നമ്പറിലേക്ക് എത്തി നിൽക്കുന്നു. ഇതാണ് നേരത്തെ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്നത്. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അവരുടെ മുഖത്തെ മ്ലാനതയ്ക്ക് കാരണം ഈ കണക്കുകൾ തന്നെയാണ്. 49 സീറ്റുകളിൽ BJP മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തുടർച്ചയായ 2 തവണ അധികാരത്തിലിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കേണ്ടി വന്ന ഹരിയാനയിൽ ഇതാ വീണ്ടും BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നു എന്ന് സംശയിക്കേണ്ട മണിക്കൂറുകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മഞ്ജുഷ്, ശരിയാണ്. ഇപ്പോൾ 49 ഉയർന്നിരിക്കുകയാണ്. ഹരിയാനയിൽ 49 എന്ന കൃത്യമായ മേധാവിത്വത്തിലേക്ക് ഇപ്പോൾ BJP വരികയാണ്. 49 സീറ്റുകളിൽ ലീഡ്. 34 സീറ്റുകളിലായി കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. 5 സീറ്റിൽ ഇപ്പോഴും മറ്റുള്ളവർ ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റിൽ ഇപ്പോൾ 5 സീറ്റിൽ മറ്റുള്ളവരും 2 സീറ്റിൽ INLDയും. ആ കണക്കിൽ മാറ്റമില്ല. പക്ഷേ BJPയുടെ ടാലി ഉയരുകയാണ് ഹരിയാനയിൽ. 49 എന്ന് പറയുമ്പോൾ കൃത്യമായ ഭൂരിപക്ഷമാണ്. ഇപ്പോൾ കേവല ഭൂരിപക്ഷമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ. അത് 2014 നേടിയ 47-നേക്കാൾ കൂടുകയാണ്. 2019 7 സീറ്റുകളുടെ സഹായം JJPയുടെ വേണ്ടി വന്നിരുന്നു BJPക്ക്. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്ക് അധികാരത്തിലേറുവാനുള്ള അവസരം ഉണ്ടാവുകയാണ്. 49 സീറ്റുകളിൽ ലീഡ്. പക്ഷേ പലയിടങ്ങളിലും ലീഡ് വളരെ നേരിയതാണ്. അത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സ്ഥലത്തായാലും BJP ലീഡ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വതന്ത്രരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസിന്റെ സ്വതന്ത്രരുണ്ട്. കോൺഗ്രസിന്റെ സ്വതന്ത്രർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്നവരുണ്ട്. അതുപോലെ തന്നെ BJPയിൽ നിന്ന് പിണങ്ങി മാറിയവരുണ്ട്. ഇപ്പോൾ സാവിത്രി ജിൻഡാൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അവർ നേരത്തെ BJPയുടെ ടിക്കറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. മുൻ മന്ത്രിക്കെതിരെ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ സാവിത്രി ജിൻഡാൽ ലീഡ് ചെയ്യുന്നു. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ കോൺഗ്രസിന് സ്വാധീനിക്കാൻ കഴിയുന്നതും BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്നവരും ഈ 5-ലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ സ്വതന്ത്രയുടെ പിന്തുണയുടെ ആവശ്യമില്ല. 49 എന്നുള്ളത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അത് ക്ലീൻ മെജോറിറ്റിയാണ്. അവിടെ JJPക്ക് ഒരു സീറ്റുമില്ല. ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് BJPയുടെ ആ തന്ത്രം, OBC വോട്ടുകൾ സമാഹരിക്കുവാനുള്ള തന്ത്രം, സൈനിയെ കൊണ്ടുവന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിജയം കാണുകയാണ്. കുമാരി സെൽജയിലൂടെ ദളിത് വോട്ടുകൾ സ്വന്തം പക്ഷത്തെ കൊണ്ടുവരുവാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും BJPയുടെ ആ തന്ത്രത്തിന് പിന്നിൽ, സാമുദായിക വോട്ടുകൾ സമാഹരിക്കുന്നതിനുള്ള ആ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മുന്നിൽ, ടാക്ടിക്സിന് മുന്നിൽ കോൺഗ്രസ് അടിയറവ് പറയുന്ന കാഴ്ചയാണ്. 50-ലേക്ക് BJP 50-ലേക്ക് കയറിയിരിക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് 33 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ BJPക്ക് വലിയ നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുകയാണ്. JJPക്ക് ഒന്നുമല്ലാത്ത ഒരു പാർട്ടിയായി മാറേണ്ടി വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം